നമ്മളിനി പ്രധാനമായും ചർച്ചയ്ക്കെടുക്കേണ്ട ഒരു ഭാഗം പുഴകളാണ്. അതായത് പുഴകളാണ് കടലായി മാറുന്നത്, മഴയാണ് പുഴയെ സജീവമാക്കുന്നത്. അപ്പോൾ പുഴ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ നദീ സംരക്ഷണ സമിതിയുടെ ഒരാളുണ്ട് താനും, ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്. ഈ പുഴകളെ വീണ്ടെടുക്കൽ, പുഴ മരിക്കുന്നു എന്നൊരു പറച്ചിൽ പതിവായി കേൾക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ അവസാനിപ്പിച്ചതും അങ്ങനെയാണ്. ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. ആ പുഴ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് വീണ്ടും മനസ്സിലാക്കി തരുന്നതാണ് ഓരോ മഴക്കാലവും. പുഴകൾ അതിന് ഒഴുകിപ്പോകാൻ കഴിയുന്ന സുഗമമായ വഴികളിലൂടെ മഴക്കാലത്ത് വരികയാണ്, ആർത്തലച്ച് വരികയാണ്. അവിടെ നിങ്ങൾ എന്തിനാണ് കുന്നുകൾ ഇടിച്ചത് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയത് എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. നമ്മുടെ പുഴകളെ വേണ്ട വിധത്തിൽ നമുക്കെങ്ങനെ വീണ്ടെടുക്കാം? അതായത് മണൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നുണ്ടോ? അത് പുഴകളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പുഴകളിലേക്ക് വരാം. ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച കുസാറ്റിലെ സാറ് പറഞ്ഞത് റൂം ഫോർ റിവർ എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതിലൊരു ചെറിയ ക്ലാരിറ്റി പ്രശ്നമുണ്ട് കേരളത്തിൽ. റൂം ഫോർ റിവർ എന്ന കൺസെപ്റ്റ് നെതർലാൻഡ്സിൽ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. പക്ഷേ നെതർലാൻഡ്സിൻ്റെ ഭൂമിശാസ്ത്ര ഘടനയല്ല കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര ഘടന. പ്രധാനമായും പാലാ ടൗൺ ഉദാഹരണം നിങ്ങളെടുക്കുക. പാലാ ടൗണിൻ്റെ രണ്ട് ഭാഗത്തും, ആ പുഴ മീനച്ചിലാർ പോകുന്നതിൻ്റെ രണ്ട് ഭാഗത്തും കൃത്യമായി മനുഷ്യവാസവും കെട്ടിടങ്ങളുമൊക്കെ ഉണ്ട്. പ്രളയ തടമൊന്നും വിട്ടിട്ടില്ല. നമ്മുടെ പുഴകളൊക്കെ മലകളിൽ നിന്ന് ഉയർന്ന് താഴേക്ക് വരുന്നു, അത് ഇടുങ്ങിയ മലകളിൽ നിന്ന് വരുന്നു. അപ്പോൾ അവിടെ ഈ ഒരു പ്രളയതടം ഉണ്ടാക്കൽ എളുപ്പമല്ല. ഇടനാട്ടിലേക്ക് കിടക്കുന്നു. ഇടനാട്ടിലും വളരെയധികം പ്രയാസമാണ്. പ്രളയതടം പഴയതുപോലെ വിട്ടുകൊടുക്കാനും പഴയതുപോലെ തിരിച്ചു കൊടുക്കാനുമൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട്. എന്നാൽ അവിടെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ? അതും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പറ്റുന്ന എവിടെയാണ്? കുട്ടനാട് പോലുള്ള പ്ലെയിൻ ലാൻഡിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ചുകൂടെ സ്പേസ് കൊടുത്ത് കയറ്റിയിടുകയും മഴ കുറയുമ്പോൾ ഇറങ്ങിപ്പോകാനുള്ള സംവിധാനമൊക്കെ ചെയ്യാം. അതാണല്ലോ റൂം ഫോർ റിവർ. ടെമ്പററി മഴയെ വെള്ളത്തെ കയറ്റിയിടുന്നു, അത് കഴിഞ്ഞിറങ്ങിപ്പോകുന്നു. ഇത് പ്രായോഗികമല്ലെന്ന് ഞാനല്ല പറയുന്നത്. എൻ്റെ ഒരു നിരീക്ഷണം അന്നേ ഉണ്ടായിരുന്നു. നെതർലാൻഡ്സിൽ പോകുമ്പോഴേ എൻ്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എഴുതിയിട്ടുമുണ്ടായിരുന്നു ഇത് പ്രായോഗികം വലിയ പ്രശ്നമുണ്ടാക്കും കേരളത്തിലെന്ന്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ മുഖ്യമന്ത്രി സംഘവും നെതർലാൻഡ്സിൽ പോയിട്ട് വന്നതിന് ശേഷം മദ്രാസ് IITയെ ഇതിനൊരു പഠനത്തിന് ഏൽപ്പിച്ചു. 4 കോടി രൂപയും കൊടുത്തു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 3.5 കോടി രൂപ മറ്റും കൊടുത്തു. അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇത് പ്രായോഗികമല്ല എന്നാണ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അത് കൃത്യമായി കേരളത്തിൽ ഇപ്പോൾ തണ്ണീർമുക്കം ബണ്ടിൻ്റെയൊക്കെ വീതി കൂട്ടുന്ന കാര്യവും തുറക്കുന്ന കാര്യവും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ അത് ഈ പല കാര്യങ്ങളും പ്രായോഗികമല്ല എന്ന് പറഞ്ഞിട്ടാണ് അത് അങ്ങനൊരു പെൻഡിങ്ങിൽ നിൽക്കുന്നത്. അതൊരു വിഷയം. രണ്ടാമത് എന്നോട് ചോദിച്ചൊരു വിഷയം മണൽ വാരുന്നതും ഈ പുഴയെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള കഥകളാണ്. ഒന്ന്, പുഴയുടെ സൈഡിൽ പഴയ കാലത്ത് പുഴയുടെ സൈഡിൽ കൈതയും അതുപോലെ മുളയും അതുപോലുള്ള വസ്തുക്കളൊക്കെ വെച്ചുകൊണ്ട് പുഴയിലേക്ക് വെള്ളം വരാനും പുഴയിൽ നിന്നുള്ള അധിക വെള്ളം പോകാനും ഒക്കെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ഉള്ള ഒരു ജീവനുള്ള പുഴയായിരുന്നു പലതും. പക്ഷേ നമ്മൾ തോടുകളിലൊക്കെ ചെയ്തു വെച്ചൊരു പണി, തോടിൻ്റെ സൈഡിൽ കൂടി വഴിയിടാൻ വേണ്ടി നമ്മൾ നന്നായി കോൺക്രീറ്റ് കൊണ്ട് കെട്ടിയിട്ട് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തുമൊക്കെ കെട്ടി, വളരെ പ്ലെയിൻ ലാൻഡിൽ വരെ കെട്ടി. അങ്ങനെ കെട്ടി പുഴയെ നമ്മളൊരു തോട് പോലെ ആക്കിയിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. രണ്ടാമത് അതിനകത്ത് മാലിന്യം വരുന്നു. മൂന്നാമത്തെ വിഷയം എന്നോട് ചോദിച്ച പ്രധാനപ്പെട്ട വിഷയം മണൽ വാരലുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. നമുക്ക് 2 ഓപ്ഷനേ അറിയാവൂ മണൽ വാരലിന്. ഒരു മിഡിൽ ഓപ്ഷൻ അറിഞ്ഞുകൂടാ. അത് കേരളത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. 2 ഓപ്ഷൻ എന്താണ്? ഒന്നുകിൽ മണൽ വാരാതിരിക്കുക, മണൽ വാരൂല, അതിന് കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും. അല്ലെങ്കിൽ മുച്ചൂടും വാരും, മൊത്തവും വാരും. 1 ലോഡ് മണലെടുക്കാൻ അനുവാദം 5 ലോഡ് 1 ലോഡ് കുറവല്ലേ, 5 ലോഡ് മണലെടുക്കാൻ അനുവാദം കൊടുത്താൽ കുറച്ച് പൈസയും ചില്ലറയൊക്കെ കൊടുത്ത് ആളുകളെ കണ്ണിൽ പൊടിയിട്ട് 50 ലോഡ് വാരുവോളം. മണലും വാരും, അതിനകത്തുള്ള ചെളിയും വാരും, എല്ലാം വാരും. വേണമെങ്കിൽ സൈഡ് ഇടിച്ചും വാരും. ഇങ്ങനെ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് പ്രസക്തമാവുന്നത് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഭരണകൂടം മാത്രമല്ല, ഭരണകൂട പിന്തുണയോടെ നമ്മളിൽ പലരും എന്ന് പറയണം. ഉറപ്പല്ലേ? ഭരണകൂടം മാത്രമല്ല, ഉറപ്പല്ലേ? ഞാൻ പറഞ്ഞല്ലോ, മഴവെള്ള സംഭരണത്തിൻ്റെ ഒരു നിയമമുണ്ടായി 2004 മുതൽ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്.
ആ നിയമം ഉണ്ടായിട്ട് 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം എടുത്ത് വീട് വയ്ക്കുന്ന ഒരാൾ അത് ചെയ്യാൻ 5000-6000 രൂപ എടുത്ത് കയ്യിൽ നിന്നെടുത്ത് മഴവെള്ള സംഭരണം ഉണ്ടാക്കുന്നതിന് പകരം കൈക്കൂലി കൊടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അത് കണ്ണടപ്പിക്കാൻ തയ്യാറാണ്. ഭരണാധികാരികളെ കൊണ്ട് അത് കണ്ണടപ്പിക്കാൻ, ഉദ്യോഗസ്ഥരെ കൊണ്ട് കണ്ണടപ്പിക്കാൻ തയ്യാറാണ്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഈ ചർച്ചയിലിരിക്കാം, ഉത്തരപ്പള്ളിയാർ വീണ്ടും ഒഴുകുമോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ കയ്യിലൊരു ഒരു ഒരു ക്ലിപ്പുണ്ട്. എത്ര പേർക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ഞാൻ എന്നാലും പറയാം. ഉത്തരപ്പള്ളിയാർ വീണ്ടും ഒഴുകുമോ? ഈ നദിയിൽ നിറച്ച് കളകളും അധിനിവേശ ചെടികളും എല്ലാം കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ മണൽ വാരിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഒരു പുഴയിൽ നിന്ന് എത്ര മണൽ വാരാം, എത്ര മണൽ വാരിക്കൂടാ എന്നതിനൊക്കെ സംബന്ധിച്ചൊക്കെ വളരെ സയൻറ്റിഫിക്കായി നമുക്ക് പറയാൻ പറ്റും. കാരണം പുതിയ കാലഘട്ടത്തിലല്ലേ നമ്മൾ താമസിക്കുന്നത്. ഈ നേരത്തെ രവി സൂചിപ്പിച്ചതുപോലെ അതിനൊന്ന് നമുക്കൊരു ഡേറ്റയോ ആ ഉള്ള ഡേറ്റ ഷെയർ ചെയ്യുകയോ അതിനെ സംബന്ധിക്കുന്ന മോഡലുകൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു അപര്യാപ്തത ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാടൻ കളിയാണ്. ഒന്നുകിൽ വാരരുത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് വാരിക്കോണം. വാരിക്കോണമെന്നല്ല, മുച്ചൂടും വാരും. വാരിക്കോണമെന്നല്ല, വാരും. അതാണ് നമ്മളൊരു കൺസെപ്റ്റ്. അതിൽ നിന്ന് മാറി മണലുകളെയും മണൽക്കൂനകളെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് നദി എന്ന് പറയുന്നതൊരു ജീവനുള്ള ആവാസ വ്യവസ്ഥയാണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ നിലനിൽപ്പിനെയും ഒഴുക്കിനെയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഉപരിതല ജലസ്രോതസ്സായ ഞാൻ ഇടപെട്ട് അങ്ങ് പറഞ്ഞപ്പോൾ തോന്നിയൊരു ചോദ്യമാണ്. അതായത് ഈ മണലിങ്ങനെ നദികളുടെ ഭൂരിഭാഗവും കവർന്നെടുക്കുമ്പോൾ ഈ അതിലെ ആവാസ വ്യവസ്ഥകൾ, ആഴങ്ങളിൽ ജീവിക്കേണ്ട ജീവജാലങ്ങളുടെ ജീവവ്യവസ്ഥയെ ബാധിക്കുന്നില്ലേ? അങ്ങനെ ഒരു പ്രശ്നമില്ല. അല്ല, ഞാനത് പൂർത്തിയാക്കാം. അതായത് കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ, വേറെ ഒരു സംസ്ഥാനത്തും അങ്ങനെയല്ല, ഉപരിതല ജലസ്രോതസ്സായ നദികളിൽ നിന്ന് കുടിവെള്ള പദ്ധതികളുള്ളത്. ബാക്കി മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഭൂഗർഭ ജലമാണ് കുടിവെള്ള സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ വാമനപുരം നദി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി വേനലിൽ വറ്റിപ്പോവുകയും പമ്പ് ചെയ്യാൻ വെള്ളമില്ലാതെ വന്നിട്ടുണ്ട്. പല നദികളുടെ സ്ഥിതി അതാണ്. തിരുവനന്തപുരം നഗരത്തിൽ വെള്ളം കൊടുക്കാനായിട്ട് അരുവിക്കര ഡാമിൽ വെള്ളമില്ലാത്തത് കൊണ്ട് പല വർഷങ്ങളിലും വേനലിൽ നെയ്യാർ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ വേനലിൽ പുഴ ഒഴുകുന്നില്ല, അതൊരു വളരെ പ്രശ്നമാണ്. മിനിമം ഫ്ലോയ്ക്ക് പലപ്പോഴും പല വേനലുകളിലും നദികളിൽ വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മണൽ വല്ലാതെ മണൽ കയറി കിടക്കുന്നതും ഒട്ടും മണലില്ലാതിരിക്കുന്നതും അതിൻ്റെ ഒരു മിനിമം ഫ്ലോയെ ബാധിക്കും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അതിനൊരു സയൻറ്റിഫിക്കായി നമുക്ക് ചില തമ്പ് റൂൾസുകൾ ഉണ്ടാകണം. അത് കൃത്യമായി പാലിക്കപ്പെടുകയും വേണം. ഇത് അങ്ങനെ ഉണ്ടാവുന്നില്ല, അങ്ങനെ ഡേറ്റാബേസും നമ്മൾ ഉണ്ടാക്കുന്നില്ല, ഉള്ള ഡേറ്റാബേസ് ഷെയർ ചെയ്യുന്നുമില്ല, അതാരെയും പഠിപ്പിക്കുന്നുമില്ല. പഞ്ചായത്തുകാരാണ് പാസ് കൊടുക്കണമെങ്കിൽ അവർ ഇതിനെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് കൺട്രാക്റ്റുമായിട്ട് ചേർന്ന് പല രൂപത്തിൽ കോൺട്രാക്ടർക്ക് അറിയാം ഇതെങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കേണ്ടതെന്ന്. അപ്പോൾ അവർ ആവശ്യമുള്ള ലോഡ് മണലും ആവശ്യമില്ലാത്ത ലോഡ് മണലും എല്ലാം കൊണ്ടുപോകും. കുറേ തർക്കങ്ങളും വഴക്കുകളൊക്കെ വരുമ്പോൾ ഉടനെ തന്നെ ഒരു സ്റ്റോപ്പ് നോട്ടീസ് കൊടുക്കും, അതവിടെ നിർത്തിവെക്കും. അത് വലിയ കയങ്ങളായി, ചില സ്ഥലങ്ങളിൽ മുങ്ങിമരണവും കയങ്ങളായി മാറും. ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ കണക്ക് ജീവികൾ ആഴം കൂടിയത് കൊണ്ട് പോകുന്ന ജീവികളും കാണും, ഈ പറഞ്ഞ മണൽ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലൈവ് സിസ്റ്റമാണെന്നുകൊണ്ട് നമ്മൾ പഠിക്കണം. റിവർ എന്ന് പറയുന്നത്, പുഴയെന്ന് പറഞ്ഞൊരു ലൈവ് സിസ്റ്റമാണ്. അപ്പം ലൈവ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് സൂക്ഷ്മജീവികൾ മുതൽ ചെടികൾ മുതൽ ഒരുപാട് കാര്യം, മത്സ്യങ്ങളും ഒക്കെ ഉള്ളൊരു ലൈവ് സിസ്റ്റമാണ്. ആ ലൈവ് സിസ്റ്റത്തിൻ്റെ സജീവത വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി മണൽ എത്ര എടുക്കാം, എത്ര എടുത്തുകൂടാ എന്നൊക്കെ നമുക്ക് കണക്ക് കൂട്ടാം. പക്ഷേ അതൊന്നുമല്ല നടക്കുന്നത്. ഞാനീ പറഞ്ഞ പോലെ കൊട്ടക്കണക്കിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഇപ്പോഴും അത് കുറേ കൂടി സയൻറ്റിഫിക്കായി, പ്രൊഫഷണലായി, ടെക്നിക്കലായി മാറേണ്ടുന്നൊരു കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ശരി.